രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിയിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വന്നേക്കും. 3 ഡിവൈഎസ്പിമാരെ സസ്പെൻഡ് ചെയ്തേക്കുമെന്നാണ് സൂചന. 2 ഗ്രേഡ് SI-മാർക്കെതിരെയും നടപടിയുണ്ടാകും. ടി വി പ്രസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. ടി വി പ്രസാദ്, നമുക്ക് ആഭ്യന്തരമന്ത്രിയുടെ അടക്കം പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്നതു തന്നെയാണോ? ഇപ്പോ ശരിയാണ്, MR അജിത് കുമാറിനെതിരായ മൊഴി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷെ അപ്പോഴും സമ്മർദ്ദമുണ്ടായാൽ കേസ് അട്ടിമറിക്ക് കൂട്ടുനിൽക്കാൻ പാടില്ലല്ലോ. അതുതന്നെയാണ് മാധു ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യവുമുള്ളത്. നമുക്കറിയാവുന്നതുപോലെ UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണമാണ് വളരെ പെട്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് പൂർത്തിയാക്കിയത്. ആദ്യ മന്ത്രിസഭാ യോഗം പരിഗണിക്കുന്ന വിഷയങ്ങൾ എന്നുള്ളത് ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതേറെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണ് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ കുപ്രസിദ്ധി ആർജിച്ച ആ ഗൺമാൻമാരുടെ ക്രൂരമർദ്ദനം അത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്ന തീരുമാനമെത്തുന്നതും വളരെ പെട്ടെന്ന് അതിൽ റിപ്പോർട്ടാക്കി അത് DGPക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത്. DGPയുടെ റിപ്പോർട്ട് സർക്കാരിന് കിട്ടി 24 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പാണ് കർശനമായ നടപടി ഉണ്ടായത്. ഇത് അജിത് കുമാറിൽ നിൽക്കില്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. കാരണം അജിത് കുമാറിനെ സംരക്ഷിച്ചവർ അല്ലെങ്കിൽ അജിത് കുമാറിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തവർ അവർക്കെതിരെയും നടപടി ഉണ്ടാകണമെന്ന ശക്തമായ വികാരം തന്നെയാണ് പാർട്ടിക്കുള്ളിൽ കാര്യമായി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് സഹായിച്ച ഉദ്യോഗസ്ഥർ അവർക്കെതിരെയും കർശനമായ നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. LDF സർക്കാരിനെ കാര്യമായി സഹായിച്ചു എന്ന് പറയുമ്പോഴും ADGP MR അജിത് കുമാറിനെതിരെ CPI എപ്പോഴും കടുത്ത സ്റ്റാൻഡ് എടുത്തിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ആലപ്പുഴയിലെ അടി ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ നേരത്തെ K മുരളീധരൻ പറഞ്ഞതുപോലെ പൂരം കലക്കലിൽ ഉൾപ്പെടെ സംശയാസ്പദമായ റോള് ADGP MR അജിത് കുമാറിനുണ്ട്. അതുകൊണ്ട് തന്നെ CPIM ഒഴികെ കാര്യമായ മറ്റ് കക്ഷികളാരും BJPയും CPMഉം ഒഴികെയുള്ള കാര്യമായ കക്ഷികളാരും പ്രത്യക്ഷമായ ഒരു സഹായം ADGP MR അജിത് കുമാറിന് രാഷ്ട്രീയമായി ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ഈ നടപടി അത് അജിത് കുമാറിൽ നിൽക്കില്ല. ഇത് അട്ടിമറിക്കാൻ കൂട്ടുനിന്ന മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത്. മാധു, കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 SHO-മാർക്കെതിരെ അടക്കം DYSP-മാർക്കെതിരെ അടക്കം നടപടി ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും MR അജിത് കുമാർ നമുക്കറിയാം ഫോഴ്സിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയായി നിന്നിരുന്ന ഏറ്റവും ശക്തിയുള്ള സ്വാധീനമുള്ള ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന പ്രഖ്യാപിതമായി ഒരു പ്രതീതി നിലനിന്നിരുന്ന ഉദ്യോഗസ്ഥനെതിരെയാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും അജിത് കുമാർ നിയമ നടപടിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്.